നമസ്കാരം. ഓണത്തിന് വെറും 1-2 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പക്ഷേ വിലക്കയറ്റം വലിയൊരു പ്രശ്നമായി തുടരുകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് പലതരം വിഭവങ്ങളാൽ സമൃദ്ധമായ ഓണസദ്യയില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല. എന്നാൽ കുടുംബ ബജറ്റുകളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പച്ചക്കറികൾക്കടക്കം തീപ്പാറുന്ന വിലയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വളരെയധികം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ് ഓരോ മലയാളികളും. അതിനാൽ തന്നെ നിലവിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റത്തിന് ഒരാശ്വാസം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളുമായി ഭക്ഷ്യവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനും കടം തന്നെയാണ് പ്രധാനമായിട്ടുള്ള രക്ഷ. എങ്കിലും അതവിടെ നിൽക്കട്ടെ, ഓണമുണ്ടാൻ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമാക്കരുതെന്ന് പറയാവുന്നത് പോലെ തന്നെ സർക്കാർ കടമെടുക്കട്ടെ എന്ന് തന്നെ പറയാം. പക്ഷേ കേന്ദ്രം പണം നൽകിയാലും ഇല്ലെങ്കിലും കടമെടുത്താലും കടമെടുത്തില്ല എങ്കിൽ പോലും അതൊന്നും നോക്കാൻ പറ്റില്ല. സപ്ലൈകോയ്ക്ക് അടിയന്തരമായി 700 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ധനവകുപ്പിന് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യവകുപ്പ്. അങ്ങനെയാണെങ്കിൽ 500 കോടി സപ്ലൈകോയ്ക്ക് സാധനം എത്തിക്കുന്ന വിതരണക്കാരുടെ കുടിശ്ശിക തീർത്ത് 200 കോടി നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകി ഇപ്പോൾ ഈ ഓണത്തിന് ജനങ്ങൾക്ക്, മലയാളികൾക്ക് കുറച്ച് ആശ്വാസമാകുന്ന രീതിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും. വിതരണക്കാരുടെ കുടിശ്ശിക കുറച്ചെങ്കിലും തീർക്കാൻ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് ഓണത്തിന് സപ്ലൈകോ വിതരണശാലകളിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കാനും തീരുമാനമുണ്ട്. ഇതിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുമ്പ് നെൽ കർഷകരുടെ കുടിശ്ശികയും നൽകുക എന്നതും ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സപ്ലൈകോയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 26-ന് നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇത് പാലിക്കുമോ എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. വിലക്കയറ്റം, സപ്ലൈകോയ്ക്കുള്ള കുടിശ്ശിക എന്നിവയെക്കുറിച്ച് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ധനമന്ത്രി ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അത് വിലയിരുത്തി അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നതാണ്. കഴിഞ്ഞ നവംബറിൽ 500 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് ധനവകുപ്പ് തുക അനുവദിച്ചിട്ടില്ല. ക്രിസ്മസ് വിപണിയിൽ അത് വലിയ രീതിയിലായിരുന്നു പ്രതിഫലിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ ഓണം വരാൻ പോകുകയാണ്. ഓണത്തിനും ഇതേ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇനി ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കനിയുക എന്നതാണ്. കുടിശ്ശിക നൽകാത്തതിനാൽ നിലവിൽ വിതരണക്കാർ സാധനങ്ങൾ പലതും എത്തിക്കാതെ സപ്ലൈകോ കാലിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് കുറച്ച് ആശ്വാസമാകാൻ ധനവകുപ്പ് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിന് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ധനവകുപ്പിനോട് തുക ആവശ്യപ്പെട്ട് കത്തെഴുതാനാണ് തീരുമാനം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.